നോമിനേഷൻ കഴിഞ്ഞ ശേഷം കോംബോയെ പറ്റി ജാസ്മിൻ ക്ലാസ് എടുക്കുന്നു. അതു ശ്രീതു, അർജുൻ എന്നിവർക്ക്. അവർ ഒരു പരിധിവരെ അത് വിശ്വസിക്കുകയും ചെയ്തു. ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന പഠനം നടത്തുകയാണ് ജാസ്മിനും അർജുനും. കിട്ടിയ അവസരം മുതലാക്കി ജാസ്മിൻ താൻ കളിച്ച കോംബോ നാടകം വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ജാസ്മിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പിന്നീട് ചർച്ച ഭാവി ഭൂതം നിശ്ചയിക്കുന്ന സായിയുടെ അടുത്തെത്തുന്നു. സായി നന്ദനയെ വിളിച്ചിരുത്തി ചർച്ച തുടങ്ങുന്നു. ശ്രീതുവിന് മലയാളം അറിയില്ല എന്ന് പറയുന്നത് തെറ്റ്. ശ്രീതുവിന്റെ അമ്മയ്ക്ക് മലയാളം നല്ലതുപോലെ അറിയാം. പിന്നെ എന്തുകൊണ്ട് ശ്രീതുവിന് മലയാളം മനസ്സിലാകുന്നില്ല? ഇതൊക്കെയാണ് സായിയുടെ സംശയങ്ങൾ. സത്യത്തിൽ ശ്രീതു സ്കൂളിൽ പോയത് മുതൽ ചെന്നൈയിലായിരുന്നു. അവിടെ സെന്റ് ഫ്രാൻസിസ് സേവിയർ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ് എത്തിരാജ് കോളേജിലുമായി വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കിയത്. അതുകൊണ്ട് മലയാളം അത്ര വശമുണ്ടാകാൻ വഴിയില്ല. സായികൃഷ്ണൻ ഇപ്പോൾ സീക്രട്ട് ഏജന്റ് കുപ്പായം അഴിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും ചിന്തിച്ചിരിക്കുന്നുമില്ല. ഏതായാലും സായിയും ജാസ്മിനും ചേർന്ന് അവിടെ ഉള്ളവരിൽ ചിലരെ തമ്മിൽ അടുപ്പിക്കുമെന്ന് ഉറപ്പ്.